ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിയറി മെഷീൻസ് സബ്ജക്റ്റിലെ ഗൈറോസ്കോപ്പ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈറോസ്കോപ്പിനെ കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ടേംസ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ പോലുള്ള കുറച്ച് ടേംസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ എന്താണ് ആംഗുലർ വെലോസിറ്റി? ആംഗുലർ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈ സ്പെസിഫൈഡ് ബൈ ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, നെക്സ്റ്റ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദ റോട്ടർ, then the sense of rotation of the rotor, that is clockwise or anti-clockwise direction എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ആംഗുലർ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ റോട്ടർ കൺസിഡർ ചെയ്യാണ്. ആ റോട്ടർ സെൻട്രൽ ഒരു ഷാഫ്റ്റ് ഉണ്ട് AB. സോ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡയറക്ഷൻ, അത് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫ്രം വെൻ വി ആർ ലുക്കിംഗ് ഫ്രം എ എന്നുള്ള പോയിന്റിൽ നോക്കുമ്പോൾ ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വെക്ടർ യൂസ് ചെയ്തിട്ടാണ്. AB എന്നുള്ള വെക്ടർ. ഈ AB എന്നുള്ള വെക്ടർ എന്ന് പറയുന്നത് ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിന്, AB എന്നുള്ള ഈ റോഡിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ വെക്ടർ വരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് റോട്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ റൊട്ടേഷൻ ഇതാണ് റൈറ്റ് ഹാൻഡ്. ഓക്കെ, ദെൻ ഇതിന്റെ റൊട്ടേഷൻ ഏത് ഡയറക്ഷനാണ്? ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്. സോ ഇറ്റ് ഈസ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഫ്രം ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ്. ഇതിന്റെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആംഗുലർ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ AB. ഓക്കെ, സപ്പോസ് ഇപ്പം ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ്, ഈ ഡോട്ടർ ഒമേഗ എന്റെ ഡയറക്ഷനിലാണെങ്കിൽ, സോ ഇതെങ്ങനെ വരിക? നമ്മളെ റൊട്ടേഷൻ എങ്ങനെ വരിക? റൊട്ടേഷൻ എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷനിലായിരിക്കും. സോ AB എന്ന് പറഞ്ഞ ഈ ആംഗുലർ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഫ്രം B to A ആയിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ആംഗുലർ ആക്സലറേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ഈ ഒരു റോട്ടർ, ഈ റോട്ടറിന്റെ ആക്സിസ്, സെന്റർ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞത് OX ആണ്. ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഓക്കെ, സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. സോറി, ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. സപ്പോസ് നമ്മളിപ്പം ഈ ഒരു റോട്ടറിന്റെ ആക്സിസിനെ നമ്മൾ എബൌട്ട് ഈ സെഡ് ആക്സിസിന് എബൌട്ട് ആയിട്ട് നമ്മൾ ഈ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒമേഗയിൽ നിന്ന് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ആയിട്ട് ചേഞ്ച് ആവുകയാണ്. സോ ഇവിടെ എന്താണ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡെവലപ്പ് ചെയ്യും. സോ എന്താ സംഭവിക്കുക? ചേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓർ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വന്നാൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യും. സോ ഇതാണ് ഒരു ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യാണ്. സോ ഈ ആക്സിസ് ഓഫ് സ്പിൻ എന്ന് പറഞ്ഞാൽ OX എന്ന ഡയറക്ഷനിലായിരുന്നു. ഈ OX എന്ന ഡയറക്ഷനിൽ നിന്ന് OX ഡാഷ് എന്നുള്ള ഡയറക്ഷനിലോട്ടാണ് അത് ചേഞ്ച് ആയേക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെക്ടർ നൊട്ടേഷൻ ചെയ്യുകയാണ് എങ്ങനെ വരിക? സോ OA എന്ന് പറഞ്ഞത് ആംഗുലർ വെലോസിറ്റി വെക്ടർ ആണ്. ഈ ആംഗുലർ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ, ഓക്കെ, ഈ ഡയറക്ഷനിലാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഡെൽറ്റ തീറ്റ ആംഗിൾ ചേഞ്ച് ചെയ്തപ്പം അറ്റ് എ ടൈം ഡെൽറ്റ T ആണ്. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ T d omega by dt എന്ന് വരും. സോ ഒമേഗ പ്ലസ് d omega by dt ആയിരിക്കും ന്യൂ വെലോസിറ്റി ഇൻ ദീസ് ആക്സിസ് ഡെവലപ്പ് ചെയ്യുന്ന വെലോസിറ്റി ആണ് ഇത്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ആണ് ഇത് OB. അത് റെപ്രസെന്റ് ചെയ്യുന്ന OB എന്നുള്ള വെക്ടർ വെച്ചിട്ടാണ്. സോ റൈറ്റ് ഹാൻഡ്, സോ ദ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അനുസരിച്ച് നമ്മൾ ഇതിന്റെ ക്ലോസിംഗ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിൽ ഗിവ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു വെലോസിറ്റി AB എന്ന് വരും. സോ ഇതിന് രണ്ട് കമ്പൗണ്ട് ഉണ്ട്, AC എന്നുള്ള കമ്പൗണ്ട് ഉണ്ട്, BC എന്നുള്ള കമ്പൗണ്ട് ഉണ്ട്. AC എന്ന് പറഞ്ഞത് കമ്പൗണ്ട് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. ഈ ഡയറക്ഷനിൽ ഇതെന്ന് പറയുന്നത് ഈ റോട്ടറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആണ്. ഇതെന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ പ്ലെയിനിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആണ്. സോ ഈ രണ്ട് കമ്പൗണ്ടും ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി കാരണം ഈ രണ്ട് കമ്പൗണ്ട് ഡയറക്ഷനിൽ തന്നെ നമുക്ക് ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യും. സോ ടോട്ടൽ ആംഗുലർ ആക്സലറേഷൻ റോട്ടർ എന്ന് പറഞ്ഞാൽ d omega by dt എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയുടെ ചേഞ്ച് കാരണം ഉണ്ടാകുന്നത് പ്ലസ് ഒമേഗ ഇൻറ്റു d theta by dt. കാരണം ഈ ഒരു ആംഗിൾ ഈ ഒരു പ്ലെയിനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒമേഗ ഇൻറ്റു d theta by dt. Okay, so d omega is change in magnitude of the angular velocity of the vector, and omega into d theta by dt എന്ന് പറഞ്ഞത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ആക്സ് ഓഫ് സ്പിൻ. ഈ ആക്സ് ഓഫ് സ്പിന്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് ഈ ഒമേഗ ഇൻറ്റു d theta by dt. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? d omega dt മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വഴിയാണ് ഉണ്ടാകുന്നത്. ഒമേഗ ഇൻറ്റു d theta by dt ഡയറക്ഷന്റെ ചേഞ്ച് കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗൈറോസ്കോപ്പിക് ടോർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഓഫ്
ഡയറക്ഷൻ ഓഫ് വ്യൂയിങ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ദിസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആക്സിസ് ഓഫ് സ്പിൻ എന്ന് പറഞ്ഞത് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. സോ ദിസ് ഈസ് ആക്സിസ് ഓഫ് സ്പിൻ. ഈ ആക്സിസ് ഓഫ് സ്പിന്ന് നമ്മൾ ഒ എക്സ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഒ എക്സ് എന്നുള്ള ഡയറക്ഷനിൽ നിന്ന് അത് ഈ പ്ലെയിനിൽ തന്നെ ഒ എക്സ് ഡാഷ് എന്നുള്ള ആക്സിസിലോട്ട് മാറുവാണ്. ഒ എക്സ് ഡാഷ് ഈ റോട്ടർ ഒ എക്സ് ഡാഷിലോട്ട് മാറുവാണ് അറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ. ഓക്കെ, ഈ തിരിയുന്നതെന്ന് പറയുന്നത് എബൌട്ട് ഒ വൈ എന്നുള്ള ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് തിരിയുന്നത്. ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ഒ വൈ എന്നുള്ള ആക്സിസ് ആണ്. ഈ ഒ വൈ എന്നുള്ള ആക്സിസിനാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒ വൈ എന്നുള്ള ആക്സിസിനാണ് ആംഗിൾ ഓഫ് പ്രിസിഷൻ. ഈ ആംഗിൾ ഓഫ് പ്രിസിഷൻ, ഇറ്റ് ഈസ് ആക്സിസ് ഓഫ് പ്രിസിഷൻ. ഈ ആക്സിസ് ഓഫ് പ്രിസിഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രിസിഷൻ. അപ്പൊ ഈ ആക്സിസ് ഓഫ് സ്പിൻ എന്ന് പറയുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ദിസ് പ്ലെയിൻ ഓഫ് പ്രിസിഷൻ എബൌട്ട് ആയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിസ് സ്പിൻ നമ്മൾ മുകളിൽ നോക്കാൻ നേരത്ത് എങ്ങനെയാണ്? ഫ്രം ദ മുകളിൽ നോക്കാൻ നേരത്ത് ഈ പ്ലെയിനിൽ ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക? സോ ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ആക്സിസ് ഓഫ് പ്രിസിഷനിൽ ഇത് ഈ ഡയറക്ഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് എന്താ പറയുക? നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിളിനെ കുറിച്ചാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആംഗുലർ ആക്സിലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആംഗുലർ ആക്സിലറേഷൻ എന്തുകൊണ്ടാണ്? ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കാരണമാണ് ആംഗുലർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ ആംഗുലർ ആക്സിലറേഷൻ നമുക്കറിയാം, ഒരു ആക്സിലറേഷൻ ഒരു ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് വരുന്ന ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ന്യൂട്രൽ ലോ അനുസരിച്ച് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. സോ ഇവിടെ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഡെവലപ്പ് ചെയ്യുന്നത്? ടോർക്കാണ്. കാരണം ആംഗുലർ ആക്സിലറേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആംഗുലർ ടോർക്ക് അല്ലെങ്കിൽ കപ്പിളിനാണ് പറയുന്നത്. സോ അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ഇത് ആക്ട് ചെയ്യുന്ന പറഞ്ഞത് എബൌട്ട് ഈ രണ്ട് ആക്സിസ് ഓഫ് പ്രിസിഷനും ആക്സിസ് ഓഫ് സ്പിന്നിന്റെയും ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിലായിരിക്കും ആക്സിസ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത്. സോ ഈ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിട്ട്? നമ്മൾ ഈ സ്പിന്ന് ചെയ്യുന്ന ഈ ഡയറക്ഷനാണ്. സോ ഇവിടുന്ന് 90 ഡിഗ്രി എടുക്കുക. സോ വി ആർ ടേക്കിംഗ് സോ ഇവിടുന്ന് ഇതെന്ന് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നതും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. 90 ഡിഗ്രി എബൌട്ട് ആയിട്ടാണ് ഇത് വരുന്നത്. സോ ദെൻ ദിസ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. സോ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ റൊട്ടേറ്റിംഗ് വെലോസിറ്റി പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. സോ ഈ ഫിഗറിൽ ഇത് തെറ്റാണ്. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഈ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ വരും. സോ ദിസ് ഡയറക്ഷൻ. സോ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ ദെൻ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഈ ബോഡി നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കൊടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഡയറക്ഷൻ. ഓക്കെ, ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ ടോട്ടൽ ആംഗുലർ ആക്സിലറേഷൻ of the rotor എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ആൽഫ പ്ലസ് ഒമേഗ ബൈ ഡി ടി പ്ലസ് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അവിടെ എന്ന് പറഞ്ഞത് ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗയിൽ നിന്ന് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗയിലോട്ട് ചേഞ്ച് ചെയ്യും. പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെയാണ്, അത് ഒമേഗയിൽ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താ മാറി? ഇവിടെ നമ്മൾ ഡയറക്ഷൻ ആണ് മാറിയത്. ഒ എക്സ് എന്നുള്ള ആക്സോ സ്പിന്നിൽ നിന്ന് ഒ എക്സ് ഡാഷ് എന്നുള്ള ആക്സോ സ്പിന്നിൽ നിന്നാണ് ആക്സോ സ്പിന്നിലോട്ടാണ് അത് ചേഞ്ച് ആയത്. സോ അത് കാരണം ഡി ഒമേഗ ബൈ ഡി ടി എന്നുള്ള ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ വെലോസിറ്റിയുടെ ടേം എന്താണ്? 0 ആയിപ്പോയി. ദെൻ ആൽഫ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്നാണ് വരുന്നത്. സോ ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ ആക്സോ സ്പിൻ എന്നാണ് പറയുന്നത്. ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ആക്സോ സ്പിൻ. അതിന് വരുന്ന ആക്സിസ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ അല്ലെങ്കിൽ ഒമേഗ പി എന്നാണ് റെപ്രസെന്റ്. കാരണം എബൌട്ട് ഏത് ഡയറക്ഷൻ? ആക്സിസ് ഓഫ് പ്രിസിഷൻ എബൌട്ട് ആയിട്ടാണ് ഈ ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ആവുന്നത്. സോ ഡി തീറ്റ ഇസ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ ഒമേഗ പി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിനെല്ലാം സമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ആക്സിസ് ഓഫ് the spin of the rotating body is given an angular motion about a perpendicular axis. ഈ perpendicular axis എന്ന് പറയുന്നത് ഏതാണ്? ആക്സിസ് ഓഫ് പ്രിസിഷൻ of spin and angular acceleration act on the body about a third perpendicular axis. അതായത് ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഡയറക്ഷനിൽ ഒരു എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ആംഗുലർ ആക്സിലറേഷൻ ഡെവലപ്പ് ചെയ്യും. സോ ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദിസ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന
ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ആക്ട് ചെയ്യുന്ന ആക്സിസിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആക്സിസ് ആണ് നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ആക്സിസ് എന്ന് പറയുന്നത്. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ, കൺസെപ്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പോലെ തന്നെയാണ് റൊട്ടേറ്റീവ്, അതുപോലെ തന്നെയാണ് ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദീസ് എഫക്ട് പ്രൊഡ്യൂസ് ബൈ ദ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈറോസ്കോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ റോട്ടർ. ആംഗുലർ ആക്സിലറേഷൻ ഓഫ് റോട്ടർ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എന്താ നമ്മൾ പറയുന്നത്? ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ആക്സിസ് സ്പിൻ ഓർ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ പ്രിസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആക്സിലറേഷൻ ആണ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഓർ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഗൈറോസ്കോപ്പിക് ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ടോർക്കിന്റെ ഇക്വേഷൻ ഐ ഇൻറ്റു ആൽഫ ആണ്. അതായത് എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ പോലെ തന്നെ റൊട്ടേഷൻ മോഷനിൽ ടി ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഐ എന്ന് പറഞ്ഞാൽ അറിയാം മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഐ ഇൻറ്റു ഒമേഗ. ഈ ആൽഫ എന്താണ്? ഒമേഗ ഇൻറ്റു ഒമേഗ പി. സോ ഐ എന്ന് പറയുന്നത് എം ഇൻറ്റു കെ സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഓക്കെ, എം ഈസ് എ മാസ് ഓഫ് ദ റോട്ടർ, കെ ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ആൻഡ് ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്, ആൻഡ് ഒമേഗ പി ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ കാർ ഈസ് മൂവിംഗ് ഓൺ എ കർവ്ഡ് ഹൊറിസോണ്ടൽ റോഡ് ഓഫ് radius 100 meter with a speed of 20 meter per second. The rotating mass of the engine have an angular speed of 100 radius per second in the clockwise direction when viewed from the front of the car. Okay, the combined moment of inertia of the rotating masses is 10 kilogram meter square, and the magnitude of the gyroscopic moment is Newton in Newton meter is. Gyroscopic moment ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒരു കാർ ഒരു ഹൊറിസോണ്ടൽ റോഡിൽ ഒരു റേഡിയസ്, ഒരു 100 മീറ്റർ റേഡിയസ് കർവ് എടുക്കുകയാണ്. ഓക്കെ, അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. സോ അതൊരു ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് കർവ് എടുക്കുക. സോ ഇതെന്ത് തരും? ഈ ടേം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് വി 100 എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്? നമ്മൾ ഒമേഗ പി കണ്ടുപിടിക്കാൻ വേണ്ടി, പ്രിസിഷൻ, ആംഗുലർ വെലോസിറ്റി പ്രിസിഷൻ കണ്ടുപിടിക്കാനാണ്. പിന്നെ എന്താ തന്നേക്കുന്നത്? റൊട്ടേറ്റിംഗ് മാസസ് ഓഫ് ദ എഞ്ചിൻ ഹാവ് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് 100 റേഡിയൻ പെർ സെക്കൻഡ്. അതായത് തന്നേക്കുന്ന എന്താ? ഒമേഗയാണ് തന്നേക്കുന്നത്. Okay, in the clockwise direction from viewing from the front. So the combined moment of inertia of the rotating mass is 10 kilogram meter square. So നമുക്ക് എന്താ വേണ്ട? മാഗ്നിറ്റ്യൂഡ് ഗൈറോസ്കോപ്പിക് മൊമെന്റ് ആണ് വേണ്ടത്. ഗിവൺ ആ റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ വന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ 10 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് തന്നേക്കുന്നത്. ഓക്കെ, വെലോസിറ്റി എത്ര തന്നേക്കുന്നത്? ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കാറ് കേർവ് എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഒമേഗ പി വി നമുക്കറിയാം, വി ഈക്വൽ ടു ആർ ഒമേഗ അറിയാം. സോ ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 20 by 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.2 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. ആൻഡ് ഒമേഗ ഈസ് 100 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് എഞ്ചിന്റെ റൊട്ടേറ്റിംഗ് പാർട്സിലുള്ള റൊട്ടേറ്റിംഗ് മാസിന്റെ ആംഗിൾ ഓഫ് സ്പീഡ് ആണ് തന്നേക്കുന്നത് 100 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഗൈറോസ്കോപ്പിക് മൊമെന്റ് ടി ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ പി ആണ്. 10 into 100 into 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് ഈക്വൽ ടു ഗൈറോസ്കോപ്പിക് ടോർക്ക് ഓർ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് എന്ത് വരും? 200 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ആൻ എയറോപ്ലെയിൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ഒരു എയറോപ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൊപ്പല്ലർ, ഇത് പ്രൊപ്പല്ലർ. നെക്സ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനെ നമ്മൾ നോസ് ഓഫ് ആൻ എയറോപ്ലെയിൻ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് പോർഷനെ നമ്മൾ പറയുന്നത് ടെയിൽ ഓഫ് ആൻ എയറോപ്ലെയിൻ എന്നാണ് പറയുന്നത്. സപ്പോസ് ഈ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, ഇൻ ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിൽ നിന്നാണ് എൻ്റെ ഡയറക്ഷൻ ഞാൻ നോക്കുവാണെങ്കിൽ, ഡയറക്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഒരു ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഈ പ്ലെയിൻ ഒരു റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഓക്കെ, ഒരു പ്ലെയിൻ ഈ റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്? ഇതാണ് നമ്മളെ ആക്സിസ് ഓഫ് സ്പിൻ എന്ന് പറയുന്നത്. ഈ ആക്സിസ് ഓഫ് സ്പിൻ അബൌട്ടായിട്ട് ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് O എന്നുള്ള പോയിന്റ് ആണ്. സോ ദിസ് സപ്പോസ് ദിസ് പോയിന്റ് ഈ വെക്ടറിന്റെ ഈ എൻഡ് എന്ന് പറയുന്നത് X ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. സോ ഇത് റൈറ്റ് ടേൺ എടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് ആക്സിസ് ആണ്? നമ്മൾ ഈ ഒരു ആക്സിസിനെ എന്താ പറയുക? നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതെന്ന് ആക്സിസ് ഓഫ് പ്രിസിഷൻ. ആക്സിസ് ഓഫ് പ്രിസിഷൻ അബൌട്ട് ആയിട്ടാണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. സോ ദിസ് വിൽ ബി, ഇത് ചേഞ്ച് ചെയ്ത് എങ്ങോട്ട് X ആക്സിസ് എന്നുള്ള ഡയറക്ഷനിലോട്ട് വരും. സോ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ആക്സിസ് ഓഫ് പ്രിസിഷൻ. സോ നമുക്കറിയാം
ഈ രണ്ട് വെക്ടറിനും, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, ആക്സിസ് ഓഫ് സ്പിൻ, ആക്സിസ് ഓഫ് സ്പിന്നിന്റെയും ആക്സിസ് ഓഫ് പൊസിഷന്റെയും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. സോ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ആക്സിസ് ആണിത്. ഇതെന്താണ്, ആക്സിസ് ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. സോ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ദിസ് വിൽ ബി ഇതിന്റെ ആംഗുലർ വെലോസിറ്റി, അത് ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഇതിന്റെ ആക്സ് ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ എന്താണ്, ഗൈറോസ്കോപ്പിക് ടോർക്ക് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ. അതായത് നോസ് എന്ത് ചെയ്യും, നോസ് ഡിപ്പ് ചെയ്യും. ഓക്കെ, നോസ് ഡിപ്പ് ചെയ്യും. ഈ പോർഷൻ നോക്കുമ്പോൾ നോസ് ഡിപ്പ് ചെയ്യും, അതിന്റെ ടെയിൽ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. സോ ഇതാണ് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓർ ഗൈറോസ്കോപ്പിക് ടോർക്ക് ഓൺ ആൻ എയറോപ്ലെയിൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമ്മറി ആയിട്ട് പറയാണ്, വെൻ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷൻ ഫ്രം വെൻ വ്യൂ ഫ്രം ദ ഫ്രണ്ട്. ഇപ്പം എയറോപ്ലെയിൻ റൈറ്റിലോട്ട് സ്റ്റിയർ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക, നോസ് ഡിപ്പ് ചെയ്യും, ടെയിൽ വിൽ റൈസ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഈസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സോ നോസ് വിൽ ഡിപ്പ് ആൻഡ് ടെയിൽ വിൽ റൈസ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇപ്പോൾ സ്റ്റിയർ റൈറ്റിന് വരെ സ്റ്റിയർ ലെഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഈസ് ആക്ടിങ് ഓൺ ദ റൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ നോസ് വിൽ റൈസ് ആൻഡ് ദ ടെയിൽ വിൽ ഡിപ്പ്. ദ എയറോപ്ലെയിൻ നോസ് വിൽ റൈസ് ചെയ്യും, ടെയിൽ ഡിപ്പ് ചെയ്യും. പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, നമ്മൾ വ്യൂ ഫ്രം ദ ഫ്രണ്ട്. അങ്ങനെയാണെങ്കിൽ എയറോപ്ലെയിൻ സ്റ്റിയർ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ നോസ് വിൽ റൈസ് ആൻഡ് ദ ടെയിൽ വിൽ ഡിപ്പ്. അപ്പം ഇതെന്തിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും, പ്രൊപ്പല്ലറിന്റെ റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ when the aeroplane is steering to the left, gyroscopic effect in the റൈറ്റിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ നോസ് വിൽ ഡിപ്പ് ആൻഡ് ദ ടെയിൽ വിൽ റൈസ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഇതിന്റെ ഒരു ഗൈറോസ്കോപ്പിക് ടോർക്കിന്റെ ഈ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ ഓഫ് ആൻ എഞ്ചിൻ ഇൻ ദ റേഡിയൻ പെർ സെക്കൻഡ്, ആൻഡ് m is the mass of the engine and the propeller in kilogram, and k is the radius of gyration in meter, and I is the moment of inertia of the engine and the propeller in kilogram meter square. So I equal to mk square ആണ്. E is the linear velocity of the aeroplane in meter per second. R is the radius of curvature in meter, and omega p is the angular velocity of position. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത omega is equal to v by r in radian per second ആണ്. സോ എന്താണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ടിങ് ഓൺ ആൻ എയറോപ്ലെയിൻ is C equal to I into alpha equal to I into omega into omega p. I omega into omega p. Omega p is the angular velocity of precision. So next ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. An aeroplane make a complete half circle of 50 meter radius toward the left when flying at 200 kilometer per hour. The rotary engine and the propeller of the plane has a mass of 400 kilogram and a radius of gyration of 0.3 meter. The engine rotated 2400 rpm and when clockwise when viewed from the rear. Find the gyroscopic couple on the aircraft and the state it effect on it. Okay, so suppose ഒരു എയറോപ്ലെയിൻ ഒരു കംപ്ലീറ്റ് ഹാഫ് സർക്കിൾ എടുക്കുകയാണ് അറ്റ് 50 മീറ്റർ റേഡിയസിലാണ് എടുക്കുന്നത്. ഓക്കെ, ടുവാർഡ് ദ ലെഫ്റ്റ്, അത് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. വെൻ ഫ്ലൈയിങ് അറ്റ് 200 കിലോമീറ്റർ പെർ അവർ വെലോസിറ്റി ആണ് അത് ഫ്ലൈ ചെയ്യുന്നത്. ദ റോട്ടറി എഞ്ചിൻ ആൻഡ് ദ പ്രൊപ്പല്ലർ ഓഫ് ദ പ്ലെയിൻ ഹാസ് എ മാസ് 400 കിലോഗ്രാം തന്നിട്ടുണ്ട് അവർ. അതായത് റോട്ടറി എഞ്ചിന്റെ പ്രൊപ്പലിന്റെ മാസ് ഞാൻ 400 കിലോഗ്രാം ആണ്. ആ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് 0.3 മീറ്റർ ആണ്. ഓക്കെ, ഇത് എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് 2400 RPM എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഫ്രം വ്യൂ ഫ്രം ദ റിയർ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എഞ്ചിന്റെ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത്. Find the gyroscopic couple on the aircraft and state it effect on. സോ നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് എന്ന് പറഞ്ഞാൽ 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി 200 കിലോമീറ്റർ പെർ അവർ. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ എന്ത് കിട്ടും, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55.6 എന്ന് വരും. സോ മാസ് ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്സ് എന്ന് പറഞ്ഞേക്കുന്ന 400 കിലോഗ്രാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ 0.3 ആൻഡ് സ്പീഡ് ഇൻ RPM നിങ്ങൾക്ക് 2400 RPM വന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ട, ആംഗുലർ വെലോസിറ്റി ആണ് വേണ്ടത്, ഒമേഗ, റോട്ടറിന്റെ ആംഗുലർ വെലോസിറ്റി വിച്ച് ഈസ് 2π into ഒമേഗ. ഓക്കെ, 2π n/60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 251 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. പിന്നെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്രൊപ്പല്ലർ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ 0.3 മീറ്റർ വന്നിട്ടുണ്ട്. സോ I equal to m into k into square ആണ്. സോ 400 into 0.3 square, that will be 36 kilogram meter square എന്ന് വരും.
ഓക്കെ. ദെൻ ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അത് പ്ലെയിൻ ഒരു റേഡിയസ് 50 മീറ്റർ റേഡിയസിൽ എബൌട്ടാണ് തിരിയുന്നത്. അറ്റ് എ വെലോസിറ്റി 55.6 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒമേഗ പി ഈക്വൽ ടു വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ 1.11 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. So the gyroscopic couple acting on aircraft is I into alpha, which is I into omega p. Substitute ചെയ്യുമ്പോൾ 10.046 into 10.046 kilonewton meter എന്ന് വരും. So the aeroplane is turned toward the left ആണ് ചെയ്യുന്നത്. So effect of gyroscopic couple നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് ഈ gyroscopic couple അനുസരിച്ച് തിയറി അനുസരിച്ച് effect of gyroscopic couple is to lift the നോസിനെ ലിഫ്റ്റ് ചെയ്യും, അത് ടെയിലിനെ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യും. അതായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എ നേവൽ ഷിപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഈ നേവൽ ഷിപ്പ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബോട്ടിന്റെ നേവൽ ഷിപ്പിന്റെ ഒക്കെ കുറച്ച് ടേംസ് നമ്മൾ അറിയണം. അതിന്റെ ഓരോ സൈഡിന്റെയും ഫ്രണ്ടും ബാക്ക് സൈഡും ലെഫ്റ്റും റൈറ്റ് സൈഡിന്റെയും പറയുന്ന പേരുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കും. സോ ഈ ഫ്രണ്ട് പോർഷനെ പറയുന്ന പേര് ബോ അല്ലെങ്കിൽ ഫോർ എന്നാണ് പറയുന്നത്. ഓക്കെ. ബോട്ടിന്റെ റിയർ പോർഷനെ പറയുന്ന പേര് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മുകളിൽ നോക്കാൻ നേരത്ത് ഈ ഒരു നേവൽ ഷിപ്പിന്റെ അല്ലെങ്കിൽ ബോട്ടിന്റെ റൈറ്റ് സൈഡിന് പറയുന്ന പേരാണ് സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റാർ ബോർഡ് റൈറ്റ് സൈഡിൽ, അതായത് നമ്മൾ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് സ്റ്റേണിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റാർ ബോർഡ്. ആ സ്റ്റേണിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എന്താണ് പോർട്ട് എന്ന് പറയുക. ഓക്കെ. ദെൻ അടുത്തത് ഷിപ്പിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞത് സ്റ്റിയറിംഗ് ഇസ് എ ടേണിംഗ് ഓൺ ദ സൈഡ് വെൻ വ്യൂഡ് ഫ്രം ദ ടോപ്പ്. അതായത് ടോപ്പിൽ നിന്ന് മൂവ് ചെയ്യാൻ നേരത്ത് അത് ഒന്നെങ്കിൽ ബോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്നതാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ പിച്ചിങ് എന്ന് പറയുന്നത് ഈ ബോട്ട് മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പിച്ചിങ് എന്ന് പറയുന്നത്. റൈസിങ് ഓർ ലോവറിങ് ഓഫ് ഷിപ്പിനെയാണ് എന്താ പറയുക വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ആക്സിസിനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റൈസിങ് ഓർ ലോവറിങ് ഓഫ് ഷിപ്പിനാണ് നമ്മൾ പിച്ചിങ് എന്ന് പറയുന്നത്. ദെൻ റോളിംഗ് എന്ന് പറയുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിനെ അബൌട്ട് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റോളിംഗ് ഓഫ് എ ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ബോട്ടിന്റെ അല്ലെങ്കിൽ ഷിപ്പിന്റെ മെയിൻ ഓരോ പോർഷൻസ്, ഓരോ സൈഡിനെയും അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കിലും ഓരോ പോർഷൻസിനെ പറഞ്ഞ പേര്. ദിസ് സൈഡ് നോൺ ആസ് ബോ ഓർ ഫോർ ആൻഡ് ദിസ് നോൺ ആസ് സ്റ്റേൺ ഓർ ആഫ്റ്റ്. ദെൻ ഈ ബാക്ക് സ്റ്റേണിൽ നമ്മൾ നോക്കുക, സ്റ്റേണിൽ ആഫ്റ്റിൽ നിന്ന് നോക്കാൻ നേരത്ത് ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷനാണ് നമ്മൾ സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത്. ഈ സൈഡിലാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നമ്മൾ എഫക്ട് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ആൻ നേവൽ ഷിപ്പ് ഡ്യൂറിങ് സ്റ്റിയറിംഗ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റിയറിംഗ് ഈസ് ദ ടേണിംഗ് ഓഫ് ദ കംപ്ലീറ്റ് ഷിപ്പ് ഇൻ എ കർവ് ടുവാർഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് വെൻ ഇറ്റ് മൂവ് ഫോർവേഡ്. അതായത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യുന്നതിനാണ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ ആക്സിസ് ഓഫ് സ്പിൻ. ഈ ആക്സിസ് ഓഫ് സ്പിൻ അബൌട്ട് ആയിട്ട് എൻ്റെ റോട്ടർ ഇങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഇത് മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്ന ഇമേജ് ആണിത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഓഫ് വ്യൂവിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഈ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സോ ദിസ് വിൽ ബി ദ ആക്സിസ് ഓഫ് സ്പിൻ ആൻഡ് ദിസ് ഡയറക്ഷൻ വിൽ ബി ദ എന്താണ് പറയുക ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്താ വരിക നമ്മൾ ആക്സിസ് ഓഫ് പൊസിഷൻ വരുന്നത്. ഈ രണ്ട് ഈ ആക്സിസ് ഓഫ് പൊസിഷനെയും ഈ ആക്സിസ് ഓഫ് സ്പിന്നിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മൂന്നാമതായിരുന്ന ആക്സിസ് ആണ് എന്താ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഡയറക്ഷൻ OZ എന്ന് പറയുന്നതാണ് ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഈ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷൻ വരുന്നതാണ് ആക്സിസ് ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. സോ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ നേവൽ ഷിപ്പ് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുക്കാൻ നേരത്ത് ഈ ഡയറക്ഷനിലോട്ടാണ് തിരിയുന്നത്. ഓക്കെ. ഈ ഡയറക്ഷനിലോട്ട് തിരിയുന്നത് ഫ്രം ദിസ് സൈഡ്. സോ ഈ തിരിയുന്ന എബോട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് ആക്സിസ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ആക്സിസ് ഓഫ് പൊസിഷന്റെയും ഈ ആക്സിസ് ഓഫ് എന്താ പറയാ ഈ ആക്സിസ് ഓഫ് പൊസിഷന്റെയും ഈ ആക്സിസ് ഓഫ് പൊസിഷൻ ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷൻ ആക്സിസ് ഓഫ് പൊസിഷൻ വരുന്നത്. ഈ ആക്സിസ് ഓഫ് പൊസിഷന്റെ ആക്സിസ് പിന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആക്സിസ് ഓഫ് പൊസിഷൻ. ദിസ് വിൽ ബി ദ ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഈ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആക്സിസ് ആണ് നമ്മൾ ആക്സിസ് ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ആ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ആക്സിസ് ഇതാണ്. സോ ദിസ് വിൽ ബി ദ direction of
റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് അല്ലെങ്കിൽ ഗൈറോസ്കോപ്പിക് ടോർക്ക് നമ്മൾ പൊതുവെ പറയുന്നത് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. സോ എന്താ സംഭവിക്കുക? സോ ഇവിടെ ഈ പോർഷൻ അതായത് സ്റ്റേൺ താഴോട്ട് വരും, ഈ സ്റ്റേൺ എന്ന് പറഞ്ഞത് താഴോട്ട് വരും, ഈ ആഫ്റ്റ് അല്ലെങ്കിൽ ബോ മുകളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇതായിരിക്കും സംഭവിക്കുന്നത്. ഫ്രം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നത്, ബോട്ട് ഈ ഡയറക്ഷനിലായിരിക്കും വരിക. അതായത് ഇതിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ബോ മുകളിലോട്ട് മൂവ് ചെയ്യും, സ്റ്റേൺ താഴോട്ട് ഇരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഇക്വേഷൻ നോക്കണം. സോ ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ ഓഫ് ആൻ എഞ്ചിൻ ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ആൻഡ് എം ഈസ് എ മാസ്. നേരത്തെ പറഞ്ഞ പ്ലെയിൻ്റെ അതേപോലെ തന്നെയാണ്. K is the radius of gyration in meters and I is the mass moment of inertia of an engine and the propeller in kilogram meter square. So I equal to mk square എന്ന് നമുക്ക് എഴുതാൻ പറ്റും. I equal to mass into K is the radius of gyration and V is the angular linear velocity in meter per second and R is the radius of curvature in meters and omega p is the angular velocity of motion is equal to V by R which is equal to radius per second. So gyroscopic couple acting on the ship എന്ന് പറയുന്നത് C equal to I into alpha I into omega p. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ മൊത്തം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ എങ്ങനെ ഈ പ്രൊപ്പല്ലറിന്റെ റൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഗൈറോസ്കോപ്പിക് എഫക്ട് വരുന്നത്, ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആകുമ്പോൾ എന്ത് പറ്റും, ആന്റി ക്ലോക്ക് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ത് പറ്റും, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം ഒരു പ്രൊപ്പല്ലർ ഓഫ് എ ഷിപ്പ് ഫ്രണ്ട് സൈഡിൽ നിന്ന്, അതായത് വ്യൂ ഫ്രം ദ ഫ്രണ്ടിൽ നോക്കാൻ നേരം ഇപ്പോൾ ഷിപ്പ് ഈ സ്റ്റിയറിംഗ് ടു റൈറ്റ് സൈഡ്. അപ്പം ഷിപ്പ് റൈറ്റ് സൈഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ റിയർ സൈഡിൽ നിന്നാണ്, അതായത് സ്റ്റേൺ ഭാഗത്ത് നോക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി ഫ്രണ്ട് സൈഡിൽ നോക്കുന്നത് ബോയിന്റെ ഡയറക്ഷനിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബോയിന്റെ പോർഷൻ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഷിപ്പ് ഈസ് സ്റ്റിയറിംഗ് റൈറ്റ്, then the bow will rise and the stern will dip ചെയ്യും ക്ലോക്ക് ഡയറക്ഷൻ ആണെങ്കിൽ. then the ship will steer ലെഫ്റ്റ് ആവുന്ന സമയത്ത് bow will dip and the stern or aft will rise ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഷിപ്പ് ഈസ് സ്റ്റിയറിംഗ് റൈറ്റ് ആണെങ്കിൽ ദ ബോ വിൽ ഡിപ്പ് ആൻഡ് ദ സ്റ്റേൺ ഓർ ആഫ്റ്റ് വിൽ റൈസ് ചെയ്യും. when the ship is steering left the bow will rise and the stern or aft will dip. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് പിച്ചിങ് ആണ്. പിച്ചിങ് എന്ന് പറയുന്നത് ഒരു ആക്സസ്, ഒരു ഷിപ്പിന്റെ ആക്സസ് അബൌട്ട് ഈ റൈസിങ് ഓർ ലോവറിങ്, ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുക പിച്ചിങ് എന്ന് പറഞ്ഞത്. ഈ പിച്ചിങ് സാധാരണ നടക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് പിച്ചിങ് നടക്കുന്നത്. സോ pitching is the movement of a complete ship up and down in a vertical plane about a transverse axis. ഈ transverse axis about ആയിട്ട് vertical plane about ആയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് എന്താ പറയുക നമ്മൾ പിച്ചിങ് എന്ന് പറയുന്നത്. പിച്ചിങ് എന്നൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഫൈ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്വിംഗ് ഓർ മാക്സിമം ആംഗിൾ ടേൺഡ് ഫ്രം ദ മെയിൻ പൊസിഷൻ മാക്സിമം എത്ര വരെ ഈ ഷിപ്പ് പിച്ച് ചെയ്യാൻ പറ്റും, അതാണ് ഫൈ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ആക്സിസ് ഓഫ് സ്പിൻ ഫ്രം ദ മെയിൻ പൊസിഷൻ ആഫ്റ്റർ ടൈം t സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ടൈം t സെക്കൻഡ് കഴിയുമ്പോൾ ആക്സിസ് ഓഫ് സ്പിന്നിന് എത്രമാത്രം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അതാണ് തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം എന്താ സംഭവിക്കുക, നേരത്തെ പറഞ്ഞ പോലെ പിച്ച് ചെയ്യുന്ന സമയത്ത് when pitching is acting upward the effect of the reactive gyroscopic couple എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇതിനെ സ്റ്റാർബോർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിപ്പിക്കും. ഗൈറോസ്കോപ്പിക് കപ്പിൾ വിൽ ട്രൈ ടു മൂവ് ദ ഷിപ്പ് ടുവാർഡ് ദ സ്റ്റാർബോർഡ് സൈഡ്. അതായത് പിച്ച് റൈസ് ചെയ്യുന്ന സമയത്ത് റൈസ് ചെയ്യുന്ന സമയത്ത് സോ ഇറ്റ് വിൽ മൂവ് ദിസ് ഡയറക്ഷനിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ഷിപ്പ്. സോ അതുപോലെ പിച്ചിങ് എന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ദ എഫക്ട് ഓഫ് ദ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് ടേൺ ദ ഷിപ്പ് ടുവാർഡ് ദ പോർട്ട് സൈഡ്, പോർട്ട് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ വരും. പോർട്ട് സൈഡ് ദിസ് സൈഡിലാണ് പോർട്ട് സൈഡ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് പോർഷനിൽ നോക്കുമ്പം റിയർ സൈഡിനാണ് നമ്മൾ സ്റ്റേൺ എന്ന് പറയുന്നത്. സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് പോർഷനിൽ നോക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡിലാണ് പോർട്ട് എന്ന് പറയാം, റൈറ്റ് സൈഡിലാണ് സ്റ്റാർ പോർട്ട്. സോ ഇറ്റ് വിൽ ബി പോർട്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ ഒമേഗ ആണ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒമേഗ കണ്ടുപിടിക്കാൻ 2π ബൈ ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. ഒമേഗ 2π ബൈ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ സെക്കൻഡ്. സോ അതിനെ നമ്മൾ റെപ്രസെന്റ് TP എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 2π ബൈ TP റേഡിയൻ പെർ സെക്കൻഡ്. സോ ദ ആംഗുലർ വെലോസിറ്റി പൊസിഷൻ ഒമേഗ P ഈക്വൽ ടു d θ ബൈ dt എന്ന് വരും.
So gyroscopic couple C equal to I into omega p. I is the mass moment of inertia, I equal to mk square, and m is the mass of the propeller, and k is the radius of gyration, and omega is the angular velocity of the propeller radian per second, and omega p is the angular velocity per second. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതേ ടേംസ് തന്നെയാണ്. ഓക്കെ, സോ ദ മാക്സിമം ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊസിഷൻ എന്ന് പറയുന്നത് ഈസ് phi into omega 1. So phi into maximum amplitude into 2 pi by tp എന്ന് വരും. സോ മാക്സിമം ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ I into omega p max അതായിരിക്കും maximum gyroscopic couple acting on a naval ship during pitching. Okay, the pitching of the ship produces forces on the bearing, so which act horizontally and perpendicular to the motion of the ship. So the maximum gyroscopic couple tends to shear off the holding down bolt. So നമുക്ക് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം നമ്മൾ പിച്ചിങ് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറ്റുക ഹോൾഡിംഗ് ഡൗൺ ബോൾട്ടിന് ഷിയർ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് പിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ റോട്ടർ ക്ലോക്ക് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫ്രം ബോ സൈഡിൽ നിന്ന് നോക്കുമ്പം വെൻ വ്യൂ ഫ്രം ദ ബോ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ എന്താ പറ്റുക, എന്താ ബോ പിച്ചസ് അപ്വാർഡ്, ബോ അപ്വാർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക, എഫക്ട് ഓഫ് ദ സ്റ്റിയറിംഗ് ഇസ് ടുവാർഡ് ദ പോർട്ട് സൈഡ്. എഫക്ട് ഓഫ് സ്റ്റിയറിംഗ് ഷുഡ് ബി ടുവാർഡ് ദ പോർട്ട് സൈഡ് ആയിരിക്കും. എന്താ സംഭവം എപ്പോഴാണ് വെൻ ദ പ്രൊപ്പല്ലർ ഈസ് റൊട്ടേറ്റ് ഇൻ ദ ക്ലോക്ക് ഡയറക്ഷൻ. അതുപോലെ തന്നെ വെൻ ദ ബോ പിച്ചസ് ഡൗൺവേർഡ്, ബോ പിച്ചസ് ഡൗൺവേർഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, the reaction will be upward and the effect of steering is toward the starboard. So the effect of steering should be toward the starboard. ഇത് എപ്പോഴാണ് clockwise direction. സപ്പോസ് ഇപ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷൻ ആണെങ്കിൽ ഇതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷൻ സംഭവിക്കും. എന്താ പറ്റുക, when the bow is pitched toward the upward, then the steering of the ship should be toward the starboard side. Okay, then if the bow is pitched toward the downward, then the steering of the port is toward the port side ലോട്ട് വരും. അതായത് steering of ship is toward the port side ലോട്ട് വരും. Okay, then the effect of gyroscopic couple on a naval ship during rolling. തേർഡ് മോഷൻ എന്താണ്, റോളിംഗ് മോഷൻ ആണ്. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സസിന് അബൌട്ട് ആയിട്ട് ഒരു ഷിപ്പ് മൂവ് ചെയ്യുന്നതിനാണ് എന്താ പറയുക റോളിംഗ് എന്ന് പറയുന്നത്. ദ എഫക്ട് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ടു ഒക്കർ എന്താണ്, ഒരു ഗൈറോസ്കോപ്പിക് കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ആക്സ് ഓഫ് പൊസിഷൻ ഷുഡ് ബി ആൾവേസ് പെർപെൻഡിക്കുലർ ടു ആക്സ് ഓഫ് സ്പിന്നിന് പെർപെൻഡിക്കുലർ, എന്നാൽ മാത്രമേ നമുക്ക് ആക്സിസ് ഓഫ് ഒരു ഗൈറോസ്കോപ്പിക് കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കാരണം ആ രണ്ട് ആക്സിസിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിലായിരിക്കും എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന് ഈ രണ്ട് ആക്സിസിന്റെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിനെയാണ് ആക്സിസ് ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഈ റോളിംഗ് സമയത്ത് ഈ എന്താ പറയാ, ഈ ആക്സിസ് ഓഫ് പിന്നും ആക്സിസ് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സോ എന്താ സംഭവിക്കുക, ബിക്കം പാരലൽ ആയിരിക്കും. So there will be no effect on the gyroscopic couple acting on the body. So rolling കാരണം ഒരു gyroscopic couple develop ചെയ്യില്ല. In the case of rolling, the axis of position of the rotor is always parallel to the axis of spin for all positions. Hence there is no effect of gyroscopic couple acting on the body of the ship. Okay, thank you.